പറയേണ്ടത് നിങ്ങളാണ്, കാണുന്നത് നിങ്ങളാണ്. ഒരു കാര്യം നിസ്സംശയം ഞാൻ പറയാം, അടുത്ത 5 വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് 5000-ലധികം ആളുകൾ പുതിയ തലമുറ ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലമായി കൊട്ടാരക്കര മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കല്ലുകൾ ഇടുന്നതല്ല, നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ്. ഒരു വർക്ക് വരണമെങ്കിൽ, ഭൂമി എടുക്കണമെങ്കിൽ 3 വർഷം 4 വർഷം വേണം. ചെയ്യുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൂർത്തീകരിച്ച 2006-ലെ VS ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിനുശേഷം 2016-ലെ പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും ചെയ്ത ധാരാളം കാര്യങ്ങൾ എടുത്ത് നമുക്ക് പറയാനുണ്ട്. ഇവിടെ ഗവൺമെൻറ്റുകൾ എപ്പോഴും തുടർച്ചയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ജില്ലയിലാകെ സംസ്ഥാനത്താകെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ വാചോടാപത്തിനും പ്രസംഗത്തിനും വേണ്ടി മാത്രമല്ല, വാസ്തവത്തിൽ ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ലോക സാഹചര്യം നമ്മുടെ നാടിനെ കുറച്ചുകൂടി ശക്തമാക്കേണ്ട സാഹചര്യമാണ്. ലോകത്ത് യുദ്ധവും പലയിടത്തുനിന്നും നമുക്ക് പ്രവാസികൾ പോയെന്നവർക്ക് തിരിച്ചു വരേണ്ട ഒരു അന്തരീക്ഷമൊക്കെ വരുമ്പോൾ ലോകത്തിനാകെ വേണ്ടി ചിന്തിക്കാനും ലോകത്തിനാകെ വേണ്ടി ഉൽപ്പാദനം നടത്താനും കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, കേപ്പബിൾ ആയിട്ടുള്ള മലയാളി, കേരളീയൻ ഓരോ പ്രദേശത്തും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രതിജ്ഞ എടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. ആ പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമായി കൊട്ടാരക്കരയെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന സന്തോഷം കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കഴിഞ്ഞ് KIPയുടെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നു. കല്ലട ഇറിഗേഷൻ്റെ സ്ഥലം എത്രയോ വർഷമായിട്ട് നഗരത്തിൻ്റെ നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ്. 5.5 ഏക്കർ സ്ഥലമുണ്ട്. അത് ഉപയോഗിക്കാൻ കിട്ടാൻ വേണ്ടി വളരെ വലിയ ശ്രമം നടത്തി. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു നിമിത്തം പോലെ നമ്മുടെ ഇറിഗേഷൻ മിനിസ്റ്ററാണ് വിളിച്ചത്. അദ്ദേഹമാണ് ഈ സ്ഥലം അനുവദിക്കുന്നതിന്, ശ്രീ റോഷി അഗസ്റ്റിൻ. അദ്ദേഹം ഈ സ്ഥലം അനുവദിക്കുന്നതിന് വലിയ മുൻകൈ എടുത്തു. നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്രദമാക്കണം എന്നുള്ളത് തന്നെയാണ് വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ആഗ്രഹം. ഇവിടെ ആദ്യം മുനിസിപ്പാലിറ്റിക്ക് 50 സെൻറ്റ് സ്ഥലം കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് മുനിസിപ്പൽ ഓഫീസിൻ്റെ 15.5 കോടി രൂപയുടെ ബിൽഡിങ്ങാണ് അവിടെ വരുന്നത്. അതിൻ്റെ ടെൻഡറും എഗ്രിമെൻറ്റും എല്ലാം കഴിഞ്ഞതാണ്. രണ്ടാമത് അവിടെ IT പാർക്കിന് വേണ്ടി ആവശ്യപ്പെട്ടു. ആ സ്ഥലം ഇവിടെ നിങ്ങളെ ചിത്രം കണ്ടതുപോലെ റിപ്പോർട്ട് അവതരിപ്പിക്കും. 1,47,000 ചതുരശ്ര അടിയുള്ളൊരു കെട്ടിടം ഈ ഭാഗത്ത് നമുക്ക് പൊതുവെ ഇല്ല. 1200 പേർക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ കെട്ടിടം കെട്ടിയിട്ടുണ്ട് മാത്രം ജോലി നടക്കില്ല. അതുകൊണ്ടാണ് ഗൂഗിൾ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ഒരു ഗൂഗിളാണ് ഇവിടെ വന്ന സോഹോ. അതിനകത്ത് ഇപ്പോൾ എത്ര പേര് വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. അത് R&D, ഇവിടെ നിങ്ങൾ വീഡിയോയിൽ കണ്ട ഹ്യൂമനോയിഡ്, റോബോട്ട് അവരൊക്കെ ഇവരുമായി ചേർന്ന് വർക്ക് ചെയ്യുന്ന കമ്പനികളും അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനൊരു കമ്പനി വന്നതുകൊണ്ടാണ് വർക്കിനിയർ ഹോം എന്ന് പറയുന്ന സ്ഥാപനം വന്നപ്പോൾ അതിനും കൂടുതൽ ആളുകൾ, മറ്റ് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നു. ഇത് വരുമ്പോൾ ഒരു IT പാർക്കിനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ IT പാർക്ക് വരും. കൊട്ടാരക്കരയ്ക്ക് എല്ലാ സ്റ്റഡിയും നടത്തുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. നല്ല വിദ്യാഭ്യാസം നേടിയ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കഴിഞ്ഞ SLC+2 റിസൾട്ടിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന, ഏറ്റവും കൂടുതൽ A+ റിസൾട്ടും ഉണ്ടായ വിദ്യാഭ്യാസ ജില്ല കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയാണ് എന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. ആ പശ്ചാത്തലം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഇത്തരം സൗകര്യങ്ങൾ വരാൻ കൊട്ടാരക്കര സാധ്യതയുണ്ട്. കൊട്ടാരക്കരയുടെ പ്രാധാന്യം 4 വശത്തേക്കും പോകാൻ നല്ല റോഡുകൾ, 4 വശത്തും ധാരാളം ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എന്നുള്ള പരിമിതിയില്ല. റെയിൽവേ സൗകര്യമുണ്ട്. ബ്രോഡ്ഗേജൂടെ വന്നതോടുകൂടി എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള ബ്രോഡ്ഗേജ് ലൈന്, NH ഉണ്ട്. കൊല്ലത്തേക്ക് പോകാനുള്ള പോർട്ടിൻ്റെ സൗകര്യമുണ്ട്, NH ഉണ്ട്, എയർപോർട്ടുണ്ട്. കാരണം 1.5 മണിക്കൂർ മതി ഇവിടുന്ന് നമ്മുടെ തുറമുഖത്തെത്താൻ. 1.5 മണിക്കൂർ മതി എയർപോർട്ടിലെത്താനെന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം, ബാംഗ്ലൂർ നഗരത്തിലെ ഒരു IT ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്ഥലത്തുനിന്ന് എയർപോർട്ടിൽ എത്താൻ 2 മണിക്കൂറൊക്കെ വേണ്ടി വരും ട്രാഫിക് ബ്ലോക്ക് കാരണം. ഇവിടുന്ന് 1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്താവുന്ന അത്ര തരത്തിലുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയെല്ലാം സൗകര്യമുള്ള, നല്ലതുപോലെ വർക്ക് ചെയ്യാൻ ശേഷിയുള്ള ആളുകളെ കിട്ടുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ കൊട്ടാരക്കരയിൽ വളരെ വലിയ സാധ്യതയാണുള്ളത്. വിഴിഞ്ഞം കൂടി വന്ന പശ്ചാത്തലത്തിൽ ആ സാധ്യത വർദ്ധിക്കുകയാണ്. സോഹോ വന്നു കഴിഞ്ഞപ്പോൾ ചിലർ ചോദിച്ചു, സോഹോ വന്നാൽ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്താ ഗുണം? നമ്മുടെ എല്ലാ വീട്ടിലും നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരാണ് ഈ ജോലിയിലേക്ക് പോകുന്നത്. എല്ലാ വീട്ടിൽ നിന്നും നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാൻ 2,500 ജോലി അധിക താമസിച്ച് തന്നെ ഇവിടെ വരും. നെടുവത്തൂർ പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു വികസന സെമിനാറിൽ പോയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ആകെ കിട്ടുന്ന പ്രൊഫഷണൽ ടാക്സിൽ എത്ര ശതമാനമുണ്ട് പുതിയതായി വന്ന ഈ സോഹോയിൽ നിന്ന്? അദ്ദേഹം പറഞ്ഞു, ആകെ ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 2/3 സോഹോയിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 100 പേര് പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്നതിൽ
65 പേരും ഈ പുതിയതായി വന്ന സ്ഥാപനത്തിൽ നിന്നാണ്. ഒരു കാര്യം നിസ്സംശയം ഞാൻ പറയാം, അടുത്ത 5 വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് 5000-ലധികം ആളുകൾ പുതിയ തലമുറ ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലമായി കൊട്ടാരക്കര മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പം തന്നെ 500 പേരുടെ സ്ഥലം വന്ന് ഇതോടെ വരുമ്പോഴേക്കും ഒരു 2000 പേരുടെ ആവും. നമുക്ക് നമ്മുടെ പുതിയ തലമുറ ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്ന ജോലികൾ എല്ലാം വേണം. പരമ്പരാഗത മേഖലയിൽ കശുവണ്ടിയും കയറും ഒക്കെ ഉള്ള മേഖലകളിൽ, കൈത്തറിയുള്ള മേഖലകളിലും നമ്മുടെ പരമ്പരാഗത മേഖലയിലാണ് ജോലി ഉണ്ടാവണം. പക്ഷേ പുതിയ സംവിധാനങ്ങൾ വേണം. അതിൻ്റെ കുറേയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കല്ലുകൾ ഇടുന്നതല്ല, നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ്. ഒരു വർക്ക് വരണമെങ്കിൽ, ഭൂമി എടുക്കണമെങ്കിൽ 3 വർഷം 4 വർഷം വേണം. ബൈപ്പാസിന് ഭൂമി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറേ നാളായി എല്ലാവർക്കും അറിയാം. അതിന് ഭൂമിയുടെ പണം കൊടുക്കാൻ ആദ്യ ബാച്ചിന് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ വിലയാണ് ലാൻഡ് ഇപ്പോൾ എടുക്കുന്നതെന്നറിയാം. ആദ്യ ബാച്ചിന് പണം കൊടുക്കാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം മിക്കവാറും വന്നു കഴിഞ്ഞു. ആദ്യ ബാച്ചിന് പണം കൊടുക്കാനുള്ള പണം കൂടി കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ആ പണം കൊടുക്കാവുന്ന തരത്തിലേക്ക് ബൈപ്പാസിൻ്റെ കാര്യങ്ങൾ വന്നു. 100 ചില്ലാനം കോടിയാണ് ലാൻഡ് എടുക്കാൻ വേണ്ടി മാത്രം വരുന്നത് എന്നാണ് സർക്കാർ കണക്ക് കൂട്ടിയിട്ടുള്ളത്. 300 ചില്ലാനം കോടിയാണ് ബൈപ്പാസിനാകെ ചെലവ് വരുന്നത്. അതിൻ്റെ മേളിക്കുട്ടിച്ചുള്ള ബൈപ്പാസിൻ്റെ 1 കിലോമീറ്ററോളം വരുന്ന ബൈപ്പാസ് ഉയർന്നാണ് പോകുന്നത്, ബാക്കി റോഡ് ലെവലിലാണ്. ആ തരത്തിൽ ബൈപ്പാസിൻ്റെ കാര്യം നടക്കുകയാണ്. അതിൻ്റെ വെറുതെ ഒരു പറയുന്ന കാര്യമല്ല, 3-3.5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണമാണത്. KIP സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വർഷം നമ്മൾ ശ്രമിച്ചു, അവസാനം ഇപ്പോഴാണത് കിട്ടിയത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കെട്ടിടം, ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിർമ്മിക്കുന്ന കെട്ടിടം ഗവൺമെൻറ് മേഖലയിലെ പുതിയ നിർമ്മാണ രീതിയാണ്. 1 വർഷത്തിനകം പൂർത്തീകരിക്കുന്ന, അല്ലെങ്കിൽ 1 വർഷം കൊണ്ടാണെന്ന് തോന്നുന്നു അതിന് ടൈം ഓഫ് കംപ്ലീഷൻ. എത്ര? 10 മാസം കൊണ്ട് 1,47,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പൂർത്തീകരിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ്, അല്ലാതെ വലിച്ചഴിക്കാനല്ല എന്നുള്ളത് കാണാം. അത് മോഡേൺ പ്രീഫാബ് സ്റ്റീൽ ബിൽഡിംഗ് ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ മേഖലയിൽ അങ്ങനെ അത്രയും വലിയൊരു സ്റ്റീൽ ബിൽഡിംഗ് വരുന്നത്. ഇപ്പം IT ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ചില ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് 1 വർഷത്തിനകം പൂർത്തീകരിക്കുന്ന IT ബിൽഡിങ്ങിൻ്റെ നിർമ്മാണമാണ് ഇവിടെ തുടങ്ങിയത് എന്നുള്ള റെക്കോർഡുണ്ട്. അത് നമുക്ക് അഭിമാനത്തോടെ പറയാം. അതാണ് വന്നേക്കുന്നത്. പ്രായോഗികമായി പല നിർമ്മാണത്തിനും നമുക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം താലൂക്ക് ആശുപത്രി നമുക്ക് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ കോൺട്രാക്ട് കൊടുത്തു, ആവശ്യമുള്ള ഭൂമിയില്ല. ഭൂമി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, ഞാൻ MLA ആയതിനു ശേഷം ശ്രീ ഷാജുവും ശ്രീ SR രമേശും ഉണ്ണികൃഷ്ണ മേനോൻ ഉൾപ്പെടെയുള്ള ആ സമിതിയുടെ സമയത്താണ് ഭൂമി എടുക്കാൻ നല്ല ശ്രമം നടത്തി. 60 സെൻറ്റോളം ഭൂമി എടുത്തതിന് ശേഷമാണ്, ഭൂമി എടുക്കുന്നതിന് സമയം അറിയാമല്ലോ, ലാൻഡ് അക്വിസിഷൻ റൂൾസ് അനുസരിച്ച്, ആ ഭൂമി എടുത്തതിന് ശേഷമാണ് അവിടെ പ്രവർത്തനം മേലോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് എന്നുള്ള പ്രശ്നമുണ്ട്. ആ ഭൂമി എടുത്തു. അപ്പോൾ ആ കോൺട്രാക്ടർ പണി ചെയ്യുന്നില്ല. കോൺട്രാക്ടറെ നിയമപരമായിട്ട് ഒഴിവാക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ നല്ല വേഗത്തിൽ പണിയുന്ന ഒരു വീണ്ടും ടെൻഡർ ചെയ്ത് പുതിയ കോൺട്രാക്ട് വന്നു. ഞാൻ പറഞ്ഞത്, പണികൾ പലതും നല്ലതുപോലെ നടക്കുന്നില്ലേ, നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇവിടെ നല്ലതുപോലെ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് IT പാർക്കിന് വരുന്നത് എന്നാണ് അതിൻ്റെ ഫൈനൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ടെൻഡർ ഉൾപ്പെടെ വന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആ വർക്ക്, നമ്മുടെ IT പാർക്കിൻ്റെ വർക്ക് എടുക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ വേഗത്തിൽ അത് പൂർത്തീകരിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ശാസ്താംകോട്ട റോഡ് എത്ര കാലം കിടന്നു? ഇപ്പോൾ ശാസ്താംകോട്ട റോഡ് വൃത്തിയായി. 20 കോടിയിലധികം രൂപ ചിലവുള്ളതാണ്. ആ റോഡ് വൃത്തിയായി, പണി പൂർത്തീകരിച്ചു. ഈ ചുറ്റുപാടുമുള്ള നഗരത്തിലെ റോഡുകൾ, ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡും ഇതേ സാങ്കേതികവിദ്യ, ഈ സ്റ്റീൽ ബിൽഡിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് KSRTC ബിൽഡിംഗ് വരുന്നത്. അതും ഈ സമയബന്ധിതമായി തന്നെ തീരാവുന്നതാണ്. 18 കോടിയിലധികമാണ് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കും. ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഗസ്റ്റ് ഹൗസും ക്ഷേത്രത്തിനകത്താണ്. നമ്മുടെ റെസ്റ്റ് ഹൗസും അത് ഓൾറെഡി ടെൻഡർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോഴത്തെ നമ്മുടെ റൂമുകൾ കിട്ടാനില്ല വേണ്ടത്ര കൊട്ടാരക്കരയിൽ. ഇപ്പോൾ പുതിയ റെസ്റ്റ് ഹൗസിനുള്ള ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞു. അത് നിർമ്മാണം തുടങ്ങേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ നമ്മുടെ തിയേറ്റർ കോംപ്ലക്സിൻ്റെ ഒരു തർക്കലിടലാണുള്ളത്. അതിന് സ്ഥലം കിട്ടി. 2 ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പിൽ നിന്ന് അത്ര സ്ഥലം വരണമെങ്കിൽ 2 ഏക്കർ സ്ഥലം സാംസ്കാരിക വകുപ്പിന് അനുവദിച്ചു. ബഹുമാനപ്പെട്ടനായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും ഭരത് മുരളിയുടെയും പേരിലുള്ള തിയേറ്റർ കോംപ്ലക്സ് അവിടെ വരും. അതിനുള്ള ASLMമായി ഇവിടെ ടൗണിലെ മാർക്കറ്റ് അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പൽ മാർക്കറ്റ് അതിപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റ് എടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊട്ടാരക്കരയിൽ, ഞാനിത് കൂടുതൽ നമ്മൾ പ്രസംഗിക്കുന്നതിലല്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൂർത്തീകരിച്ച 2006 VS ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിനുശേഷം 2016 പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും ചെയ്ത ധാരാളം കാര്യങ്ങൾ എടുത്ത് നമുക്ക് പറയാനുണ്ട്. ഇവിടെ ഗവൺമെൻറ്റുകൾ എപ്പോഴും തുടർച്ചയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ
അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ജില്ലയിലാകെ സംസ്ഥാനത്താകെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ അച്ഛൻ പറയുന്നത് ജൂബിലി മന്ദിരത്തിലെ STP പ്ലാന്റ് ഗവൺമെൻറ് അനുവദിച്ചൊരു പ്രത്യേക പദ്ധതിയിൽ അത് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസം ഉണ്ടെന്നുള്ള ഓർമ്മിപ്പിക്കണമെന്ന് അച്ഛൻ പറയുമായിരുന്നു. അത് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ജൂബിലി മന്ദിരമുണ്ട്, വളരെ STP പ്ലാന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ദിവസം അതിൻ്റെ കാര്യം നടക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് വലിയൊരു മാറ്റമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ഭാവിക്ക് അതേ പറഞ്ഞ കാലാതിവർത്തിയായ വികസന കാര്യങ്ങളാണ് നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാറ്റത്തിൻ്റെ കേന്ദ്രമായി നമുക്ക് വരും. ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കം കാര്യങ്ങളാണ്. അധികം സമയം ഇത്തരം ഒരു സമയത്തെടുക്കുന്നത് ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ടും സാധാരണ അധികം കാര്യങ്ങൾ കൂടുതൽ പരത്തി പറയുന്ന സ്വഭാവം എനിക്കില്ല എന്നുള്ള വിമർശനമുണ്ട്, എനിക്കറിയാം പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പരത്തി പറയുന്നില്ല. പറയേണ്ടത് നിങ്ങളാണ്, കാണുന്നത് നിങ്ങളാണ്. ഈ കൊട്ടാരക്കരയിലെ റോഡുകൾ, കൊട്ടാരക്കരയിലെ സൗകര്യങ്ങൾ എല്ലാ മേഖലയിലും വന്നു. ഇപ്പോൾ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിക്ക് തന്നെ 30 കോടി രൂപയാണ് നമ്മുടെ റീബിൽഡ് കേരളയിൽ നിന്നുള്ള ജലജീവൻ്റെ ഭാഗമായിട്ട് ഉഗ്രൻകുന്നിൽ ഉൾപ്പെടെയുള്ള വെള്ളം വിതരണം ചെയ്യാനൊക്കെ ആലോചിച്ചു. പക്ഷേ വെള്ളം പമ്പ് ചെയ്യുന്ന സ്റ്റേഷൻ ഉൾപ്പെടെയില്ല. അതിന് 30 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം, അതിന് പണം പ്രത്യേകിച്ച് റീബിൽഡ് കേരളയിൽ നിന്ന് അനുവദിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം വരുന്നത്. ഇപ്പം 32 കോടി രൂപയുടെ ഒരു റീബിൽഡ് കേരള റോഡ് 3 പഞ്ചായത്തുകൾ, എഴുകോണിൻ്റെ ഭാഗം, കരീപ്ര, അതുപോലെ വെളിയം ഭാഗത്ത് അടുത്ത ദിവസം അതിൻ്റെ ഇപ്പം കോൺട്രാക്റ്റായി എല്ലാം എടുത്തു, നിർമ്മാണം തുടങ്ങുകയാണ്. അതൊക്കെ 3-4-5 മാസം കൊണ്ട് 5-6 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ്. വലിയ നല്ല നിലവാരത്തിലുള്ള റോഡുകൾ, എല്ലാ സ്ഥലത്തും നല്ല റോഡുകളും. നേരത്തെ ഇവിടെ വീഡിയോയിൽ പറഞ്ഞ പോലെ വെളിയം ITI 14 കോടി രൂപയുടെയാണ് വെളിയം ITIയിൽ പ്രവർത്തനം വന്നിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയ്ക്കാണ് അനുവദിച്ചിരിക്കുന്നത്. IIT ചെന്നൈയും IIT പാലക്കാടുമാണ് അതിനെ സ്പോൺസർ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് മിനിസ്ട്രിയുടെയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മുടെ പോളിടെക്നിക്കൽ എഴുകോൺ പോളിടെക്നിക്കൽ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പസ് തുടങ്ങി, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. അത് പറയേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. അവിടെ 2 കാര്യങ്ങൾ തുടങ്ങുന്നു. ഒന്ന്, ഈ ഡ്രോൺ പൈലറ്റും ഡ്രോൺ റിപ്പയറും കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ഷോർട്ട് ടൈം കോഴ്സ് തുടങ്ങുന്നു പോളിടെക്നിക്ക് തന്നെ. ഡ്രോണുകൾ ചെറിയ കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന ഡ്രോണല്ല, 40-50 കിലോ ഒക്കെയുള്ള ലോഡ് കയറ്റാവുന്ന ഡ്രോണുണ്ട്. അത് പറപ്പിക്കണമെങ്കിൽ ചെറിയ പൈലറ്റ് ലൈസൻസ് വേണം. അതിൻ്റെ പരിശീലനവും അതുപോലെ ഇതിൻ്റെ റിപ്പയറിങ്ങിനുള്ള പരിശീലനവും ഇപ്പോൾ അതിനുള്ളൊരു ഷോർട്ട് ടൈം കോഴ്സ് തുടങ്ങുന്നു. അതിനേക്കാളും സന്തോഷകരമായ കാര്യം, ഫ്യൂസലേജ് എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്, സ്റ്റാർട്ടപ്പാണ്. 2 ചെറുപ്പക്കാരാണ്. അവർക്ക് ഈ അടുത്തിടയ്ക്ക് പ്രധാനമന്ത്രി ഈ പൊതുവിലുള്ള സ്റ്റാർട്ടപ്പുകളുടെ അവാർഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഇവർക്ക് അവാർഡ് കിട്ടിയിരുന്നു, ഏറ്റവും നല്ല ഡ്രോൺ നിർമ്മാതാക്കൾ. ആ ഡ്രോൺ നിർമ്മാതാക്കളായ ഫ്യൂസലേജ് ഇപ്പോൾ അവർക്ക് അഗ്രികൾച്ചർ ഡ്രോൺസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്, തുരിശടിക്കാനും മരുന്നടിക്കാനും ഒക്കെ. അവർക്ക് ഒരു നിർമ്മാണ യൂണിറ്റിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ അവരെ കളമശ്ശേരിയിൽ ഒരു പരിപാടി വെച്ച് പറഞ്ഞു, തീർച്ചയായിട്ടും സ്ഥലം തരാമെന്ന് പറഞ്ഞ് അവരെ ഇൻവൈറ്റ് ചെയ്തു. അവർ വന്ന് കഴിഞ്ഞ ദിവസം ഒരു MOU ഒപ്പിട്ടിട്ടുണ്ട്. അവരുടെ നിർമ്മാണ യൂണിറ്റ് ക്യാമ്പസ്, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്നതിൽ പോളിടെക്നിക്കിൽ തുടങ്ങാൻ അവർ കഴിഞ്ഞ ദിവസം നിർമ്മാണം ഉദ്ഘാടനം ഇട്ടു. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിൽ വരുവാണ്. ഇപ്പോൾ 103 ഏക്കറുണ്ട് നമ്മുടെ കില ക്യാമ്പസ്. അവിടെയാണ് ഈ 60 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നത്. കുട്ടികളുടെ ഇവിടെ ഇരിപ്പുണ്ട്. 5 ഡിഗ്രി കോഴ്സാണ്. കൂടുതൽ കാര്യങ്ങൾ വരുന്നു. അവിടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് സമയം എടുക്കണമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു. കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുകയാണ്, ഒരു ബ്ലോക്ക്. എഞ്ചിനീയറിംഗ് കോളേജിലെ സൗകര്യം കൂടാതെ നഴ്സിംഗ് കോളേജ് ആദ്യമായിട്ട് നമുക്കിവിടെ വന്ന നഴ്സിംഗ് കോളേജിൻ്റെ 3ാമത്തെ ബാച്ചായി. ആ ക്യാമ്പസിനകത്ത് ഇപ്പോൾ സ്ഥലം 103 ഏക്കറാണ് ഞങ്ങൾ അളന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു പ്ലാനറ്റോറിയവും സയൻസ് മ്യൂസിയവും പണം വെച്ചിട്ടുണ്ട്. അതുപോലെ നഴ്സിംഗ് കോളേജിൻ്റെ കെട്ടിടം അവിടെ കെട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഡ്രോൺ റിസർച്ച് പാർക്കിൻ്റെ സൗകര്യം ഇവിടേക്കാണ് വരുന്നത്. ഒരു ഗ്രൗണ്ടും നല്ല സ്റ്റേഡിയവും അവിടെ വരണമെന്നാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഈ നാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ പറ്റും എന്ന് തെളിയിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വാചോടാപത്തിനും പ്രസംഗത്തിനും വേണ്ടി മാത്രമല്ല, വാസ്തവത്തിൽ ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ലോക സാഹചര്യം നമ്മുടെ നാടിനെ കുറച്ചുകൂടി ശക്തമാക്കേണ്ട സാഹചര്യമാണ്. ലോകത്ത് യുദ്ധവും പലയിടത്തുനിന്നും നമുക്ക് പ്രവാസികൾ പോയെന്നവർക്ക് തിരിച്ചു വരേണ്ട ഒരു അന്തരീക്ഷമൊക്കെ വരുമ്പോൾ ലോകത്തിനാകെ വേണ്ടി ചിന്തിക്കാനും ലോകത്തിനാകെ വേണ്ടി ഉൽപ്പാദനം നടത്താനും കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, കേപ്പബിൾ ആയിട്ടുള്ള കേരളീയൻ, ആ കേരളീയൻ ഓരോ പ്രദേശത്തും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രതിജ്ഞ എടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. ആ പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമായി കൊട്ടാരക്കരയെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ നടക്കുന്നത്. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.